പ്രണയസഖി ഭാഗം 13. എന്നാൽ അവൻ്റെ ഈ വെപ്രാളം പിടിച്ചുള്ള നടപ്പും തന്നോടുള്ള കരുതലും കണ്ടിട്ട് വർണ്ണയ്ക്ക് അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി. ഒരു നിമിഷം അവൻ താൻ കാണുന്ന ഒരാളെ അല്ലാതെ ആയിപ്പോയി എന്ന് തോന്നി അവൾക്ക്. അവളും അവൻ്റെ പിന്നാലെ തന്നെ വേഗം അകത്തേക്ക് നടന്നു. നോക്കുമ്പോൾ അവൻ തിരികെ വന്ന് സോഫയിലിരിക്കുന്നുണ്ട്. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. കട്ടിലിരിക്കുമ്പോൾ അവൾക്ക് രാവിലത്തെ സംഭവമാണ് വീണ്ടും വീണ്ടും ഓർമ്മ വന്നത്. രാവിലെ പതിവ് പോലെ തന്നെ ഉണർന്നതാണ്. പക്ഷേ എഴുന്നേൽക്കാനാവാത്ത വിധത്തിൽ ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി. പിന്നീടാണ് തനിക്ക് പീരിയഡ്സ് ആയതാവാം എന്ന് ഓർത്തത്. ഡേറ്റ് അടുത്തതൊന്നും ഓർത്തത് കൂടിയില്ലായിരുന്നു. എങ്ങനെ ഓർക്കാനാണ്? മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് അതൊന്നും ചിന്തയിൽ വന്നതുകൂടിയില്ല. വീട്ടിലാണെങ്കിൽ തനിക്ക് ആകെ റെസ്റ്റ് കിട്ടുന്ന ദിവസമാണ് പീരിയഡ്സ് ആയ ആദ്യ 4 ദിവസം. ആ ദിവസം അടുക്കളയിൽ കയറരുത് എന്നാണ് ചെറിയമ്മയുടെ ഓർഡർ. ആ ഓർമ്മയിൽ അവൾ വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഡ്രസ്സാകെ ബ്ലഡ് ആയിട്ടുണ്ട്. കുളിച്ച് ഒന്ന് ഡ്രസ്സൊക്കെ മാറാമെന്ന് കരുതിയപ്പോഴാണ് തൻ്റെ കയ്യിൽ സാനിറ്ററി പാഡ് ഇല്ല എന്ന കാര്യം ഓർക്കുന്നത്. പുറത്ത് പോയി വാങ്ങാൻ പറ്റിയ അവസ്ഥയല്ലല്ലോ. വഴി അറിയില്ല എന്ന് മാത്രമല്ല, കയ്യിൽ 10 രൂപ പോലും എടുക്കാനില്ല. ആകെ ഭയന്നുപോയി. എന്ത് ചെയ്യും എന്നൊരു പിടിയുമില്ല. വെപ്രാളമോ സങ്കടമോ ഭയമോ അങ്ങനെ എന്തെല്ലാമോ തോന്നിപ്പോയ അവസ്ഥ. അങ്ങനെ തന്നെ കട്ടിലിൽ കിടന്ന് കുറേ കരഞ്ഞു. അത് തൻ്റെ നിസ്സഹായ അവസ്ഥ ഓർത്തതുകൊണ്ട് മാത്രമാണ്. ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കണേ എന്ന് അന്നേരം തോന്നിപ്പോയി. ശരിക്കും ആകെ കുഴഞ്ഞു പോകും പോലെ തോന്നി. പിന്നീട് അറിയുന്നത് അയാൾ വന്ന് വിളിച്ചപ്പോഴാണ്. പക്ഷേ മറുപടി പറയാനാവാത്ത വിധം ശരീരം അപ്പോഴേക്കും തളർന്നു പോയിരുന്നു. പക്ഷേ അയാൾ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കണ്ടതും വീണ്ടും സങ്കടമാണ് വന്നത്. കരയരുത് എന്ന് എത്ര കരുതിയിട്ടും അറിയാതെ കരഞ്ഞുപോയി. പിന്നീട് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നോട് സ്നേഹത്തോടെ അയാൾ സംസാരിക്കും എന്നൊരിക്കലും കരുതിയതല്ല. വീണ്ടും വീണ്ടും വഴക്ക് പറയും എന്നാണ് കരുതിയത്. പക്ഷേ കരുതലോടെ സംസാരിക്കുകയും തനിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നതും തന്നെ പരിചരിക്കുന്നതുമൊക്കെ കണ്ടിട്ട് ഈ കാണുന്ന ശിവദേവല്ല അത് എന്ന് തോന്നിപ്പോയി തനിക്ക്. ശരിയായിരിക്കും, ഇയാളെ സംബന്ധിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചുറ്റുമുണ്ട്. അങ്ങനെ എന്തോ കാരണം കൊണ്ടാണ് തന്നെ വാശിപ്പുറത്ത് വിവാഹം കഴിച്ചതും. പക്ഷേ അയാൾ ഈ കാണുന്ന ആളൊന്നുമല്ല. ദിവാകരൻ്റെ മകളാണെന്ന ചിന്തയിലാണ് അയാൾ തന്നെ വിവാഹം ചെയ്തത്. ഇനി അങ്ങനെയല്ലെന്നറിയുമ്പോൾ ആ ആലോചനയിൽ തന്നെ വർണ്ണയുടെ ഉള്ളൊന്ന് കിടുങ്ങി. അങ്ങനെ ഓരോന്നാലോചിച്ച് ചിന്തകൾക്ക് മുകളിൽ ചിന്തകൾ വന്ന് നിറഞ്ഞിരിക്കുന്ന സമയത്താണ് തൻ്റെ മുറിയുടെ വാതിൽക്കൽ അവൻ്റെ നിഴലനക്കം വർണ്ണ കാണുന്നത്. വേഗം തന്നെ അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തലകുനിച്ചു നിന്നു. അവൻ അകത്തേക്ക് നടന്നു കയറുന്നത് നിഴലിൻ്റെ അനക്കത്തിലൂടെ തന്നെ വർണ്ണ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവനെ എന്തിനോ തലയുയർത്തി നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. തെറ്റ് ചെയ്തവരാണ് തല താഴ്ത്തി നിൽക്കുന്നത്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ വർണ്ണ? അല്പം പരുക്കമായ ശബ്ദത്തിലാണ് അത് അവൻ അവളോട് ചോദിച്ചത്. അത് കേട്ടതും അവൾ അവനെ മുഖമുയർത്തിയൊന്ന് നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരു നിമിഷം മുൻപുണ്ടായിരുന്ന അവൻ്റെ ഗൗരവമേറിയ ശബ്ദത്തിൽ നിന്നും ആ സ്വരം ആർദ്രമായതുപോലെ തോന്നി അവൾക്ക്. കുഴപ്പമില്ല. അവളുടെ ശബ്ദവും അത്രമേൽ താഴ്ന്നുപോയി. വേദനയുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഇപ്പോൾ വേദനയൊന്നുമില്ല, കുറവുണ്ട്. പിന്നെ ഡോൺ ബി ഷൈ, ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് ഈയൊരു കാരണം പറഞ്ഞ് തല കുനിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇനി ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ താൻ തന്നെ ശ്രദ്ധിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാം. അവൻ പറഞ്ഞതിന് വർണ്ണയൊന്ന് തലയാട്ടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. വർണ്ണയാണെങ്കിൽ ഒരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാരണം വിവാഹം കഴിഞ്ഞ് ഏകദേശം 3 ആഴ്ചയോളമായിട്ടും അവൻ ഇതുവരെ ഇത്ര സമാധാനപരമായ രീതിയിൽ അവളോട് സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഗൗരവം അല്ലെങ്കിൽ ദേഷ്യമായിരിക്കും. അതുമല്ല, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് 1-2 വാക്കിൽ ഒതുക്കുകയും ചെയ്യും. അവൻ തിരികെ പോയ വഴിയെ ഒന്ന് നോക്കിക്കൊണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ വീണ്ടും കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. അവളുടെ ചിന്തകൾ വീണ്ടും അവൻ മാത്രം നിറഞ്ഞു നിന്നു. അവനും അവളുടെ മുറിയിൽ നിന്നും നേരെ വന്ന് കട്ടിലിൽ കിടന്നു. അവൻ്റെ ചിന്തകളിലും നിറഞ്ഞു നിന്നത് അവൾ തന്നെയായിരുന്നു. ഒരു നിമിഷം താൻ അവൾക്ക് അമിതമായ കരുതൽ കൊടുക്കുന്നുണ്ടോ എന്ന് പോലും അവൻ സംശയിച്ചു പോയി. തൻ്റെ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് താൻ അവളിലേക്ക് അടുത്തു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി അവന്. ഇന്ന് രാവിലെ ഉണ്ടായ കാര്യങ്ങൾ തന്നെയാണ് അവൻ്റെ മനസ്സിൽ വീണ്ടും നിറഞ്ഞു നിന്നത്. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഏത് പെൺകുട്ടിയാണെങ്കിലും താൻ ഇങ്ങനെയൊക്കെ തന്നെയേ ചെയ്യുകയുള്ളൂ. മനസ്സ് ഒന്ന് പറയുന്നുണ്ടെങ്കിലും ബുദ്ധി അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു വീട്ടിൽ തന്നെ 2 മുറിയിലായിരുന്ന് അവൻ അവളെപ്പറ്റിയും അവൾ അവനെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇന്നത്തേക്ക് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമായി. ഇത്ര നാളുകളായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. രണ്ടും 2 വഴിക്ക് തന്നെ. ആരും ചോദിക്കാനോ അന്വേഷിക്കാനോ ഇല്ലല്ലോ. 2 പേരും അവരുടേതായ ലോകത്ത് ജീവിക്കുന്നു.
വർണ്ണ പലതവണയായി അവനോടൊന്ന് വീട് വരെ പോയി തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. പിന്നെ ശിവയാണെങ്കിൽ ഇപ്പോൾ വർണ്ണയോട് ഒട്ടും ദേഷ്യം കാണിക്കാറില്ല. സംസാരവും തീരെ കുറവാണ്. ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട് എന്നവൾക്ക് മനസ്സിലായതാണ്. അങ്ങനെ ഇന്നൊരു ശനിയാഴ്ചയാണ്. വെളുപ്പിനെ തന്നെ എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിൽ നടക്കുന്ന ശിവയെ വർണ്ണ രാവിലെ ഉണർന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല എന്തിനോടൊക്കെയുള്ള ദേഷ്യം പോലെയാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ വേഗം തന്നെ ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ച് കൊണ്ടുവന്ന് അത് സ്ഥിരമായിട്ട് വെക്കുന്ന ഡൈനിങ് ടേബിളിൽ വെച്ചു. പക്ഷേ അതൊന്നും കുടിക്കാൻ കാത്തു നിൽക്കാതെ തന്നെ അവൻ പുറപ്പെടാൻ തുടങ്ങി. ഞാൻ ഇറങ്ങുവാണ്, ചിലപ്പോൾ വരാൻ വൈകും. പോകാനായി വാതിൽപ്പടി വരെ ചെന്നെത്തി തിരിഞ്ഞു നിന്ന് അവൻ അവളോട് പറഞ്ഞു. വർണ്ണ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളാകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഇയാൾ കരഞ്ഞോ? വർണ്ണ ഒരു നിമിഷം ചിന്തിക്കാതിരുന്നില്ല. ആ സമയം കൊണ്ട് തന്നെ പോർച്ചിൽ കിടന്നിരുന്ന കാറെടുത്ത് വേഗം തന്നെ അവൻ പുറത്തേക്ക് പോയിരുന്നു. വർണ്ണ അവനെ നോക്കി പടിവാതിൽ വരെ ഒന്ന് എത്തി നോക്കിയെങ്കിലും ശേഷം അവൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അകത്തേക്ക് തിരികെ വന്നിരുന്നു. പതിവ് പോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ അവൾ സമയം തള്ളി നീക്കിക്കൊണ്ടിരുന്നു. അവൻ പോയതിനു ശേഷം അടുക്കളയിലുള്ള എല്ലാ ജോലികളും ചെയ്തു തീർത്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും മുഴുവനൊന്ന് തൂത്തുവാരി തുടച്ചിട്ടു. പിന്നീട് കുളിച്ചു വന്ന് കുറച്ചു സമയം കിടന്ന് പിന്നെയും TV കണ്ടിരുന്നു. സമയം പോകുന്നത് അറിഞ്ഞില്ല. രാത്രി 8 മണിയോടടുപ്പിച്ചായി. എന്നാൽ TV കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഹാളിലെ സൈഡിലായിട്ടുള്ള ജനലരികിൽ ഒരു നിഴലനക്കം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം തൻ്റെ തോന്നലാകും എന്ന് കരുതി വിട്ടുകളഞ്ഞു. പക്ഷേ പിന്നീട് നോക്കുമ്പോഴും അവിടെ ഒരു നിഴലനക്കം അവളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അതൊരു മനുഷ്യൻ്റെ നിഴലാണെന്നുള്ളത് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. വല്ലാത്തൊരു ഭയം ആ നിമിഷം കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ രൂപപ്പെട്ടു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾക്കാകെ വെപ്രാളം തോന്നിപ്പോയി. പുറത്തേക്ക് പോയിട്ട് അതാരാണെന്ന് നോക്കാനുള്ള ധൈര്യം തനിക്കില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ അങ്ങനെ നിന്നു. ഹാളിൽ തന്നെ ഇരുന്നു, അനങ്ങിയില്ല. അകത്തെ വാതിലും മുന്നിലെ വാതിലും എല്ലാം അടച്ചു കുറ്റിയിട്ടിരിക്കുകയാണ്. എന്നാലും ഈ സമയത്ത് ആരാണ് ഇങ്ങനെ വന്ന് നോക്കാൻ എന്നുള്ള ആശങ്ക അവളെ പൊതിഞ്ഞിരുന്നു. ഭയം കാരണം ഇരുന്ന ഇരിപ്പിൽ തന്നെ അവളാകെ വിയർത്തു പോയിരുന്നു. എത്രയും പെട്ടെന്ന് ശിവയൊന്ന് തിരികെ വന്നാൽ മതി എന്നവൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. അതേ സമയത്ത് തന്നെയാണ് മുന്നിലെ ജനൽ വഴി ഏതോ വണ്ടി വന്ന് നിൽക്കുന്ന വെളിച്ചം കടന്നു വന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അത് ശിവയാണെന്ന് അവൾക്ക് എളുപ്പം മനസ്സിലായി. വേഗം തന്നെ അവൾ പോയി വാതിൽ തുറന്നു. മുന്നിൽ ശിവയെ കണ്ടതും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ ശിവ മുന്നിൽ അവളെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. അവൻ്റെ ആ പുഞ്ചിരിച്ച മുഖം കണ്ടതും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയിരുന്നു. ഇതെന്താ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത്? അവനെ കണ്ടതും അവൾ ചിന്തിക്കാതിരുന്നില്ല. കാരണം ശിവ അങ്ങനെ ചിരിക്കാറില്ല. ആകെ വല്ലപ്പോഴുമാണ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളത്, അതും മിഥുൻ കൂടെയുള്ളപ്പോൾ. അവൾ അവനെ എന്തോ അത്ഭുതം കണ്ട രീതിയിൽ നോക്കി നിന്നു. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ പുരികം പൊക്കി അവനോട് എന്താണെന്ന് ചോദിച്ചു. യു ലുക്സ് ബ്യൂട്ടിഫുൾ മൈ ഡിയർ വൈഫ്. ആകെ കുഴഞ്ഞു പോകുന്ന ശബ്ദത്തിൽ വാക്കുകൾ എണ്ണിപ്പിറക്കി അവൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. അവൻ സംസാരിച്ചപ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധമാണ് അവനിൽ നിന്നും പുറത്തേക്ക് വന്നത്. ആ സമയമാണ് അവൾക്ക് മനസ്സിലായത് അവൻ മദ്യപിച്ച് ആകെ ഫിറ്റായി നിൽക്കുകയാണെന്ന്. അവൾ അവൻ്റെ മുന്നിൽ നിന്നും മാറിക്കൊടുത്തു. അവളെ നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറാനൊരുങ്ങി. പക്ഷേ പടി കടക്കാൻ നേരം അവൻ വാതിലിൽ തട്ടി ഒന്ന് വീഴാൻ പോയി. സൂക്ഷിച്ച് എന്ന് പറഞ്ഞ് വർണ്ണ വേഗം തന്നെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ അവൾ അവനെയും കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു. താങ്ക്സ്. മുറിയിലെത്തി അവനെ കട്ടിലിലേക്കിരുത്തിയതും അവൻ അവളോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് വിശക്കുന്നു. അധികം നേരം അവിടെ നിൽക്കാതെ വർണ്ണ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൻ അവളോട് പറഞ്ഞു. വർണ്ണ അവനെ തിരിഞ്ഞു നോക്കി. നിഷ്കളങ്കതയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണവൻ. അവൾക്ക് ആ നിമിഷം അവനെ അങ്ങനെ കണ്ടതും വാത്സല്യമാണ് തോന്നിയത്. വേഗം പോയി ഭക്ഷണവുമായി തിരികെ വന്നപ്പോഴേക്കും അവൻ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്ന് ഉറക്കം ആരംഭിച്ചിരുന്നു. പക്ഷേ അവൻ വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി വിശന്ന് കിടന്നുറങ്ങണ്ടല്ലോ എന്ന് കരുതി വർണ്ണ അവൻ്റെ ഷോൾഡറിലായി ഒന്ന് തട്ടി വിളിച്ചു. ഒന്ന് തട്ടിയപ്പോഴേക്കും തന്നെ അവൻ ഉണരുകയും ചെയ്തു. ദാ ഭക്ഷണം കഴിക്ക്. അവൾ കയ്യിലായിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവൻ്റെ നേരെ നീട്ടി. എനിക്ക് നീ വാരിത്തന്നാൽ മതി, അവൻ വീണ്ടും പറഞ്ഞു. പക്ഷേ അത് കേട്ടതും അവളുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. എൻ്റെ കൃഷ്ണ, ഞാൻ വാരിക്കൊടുക്കാനോ? അവളുടെ ഉള്ളൊന്ന് ആളി. തനിയെ കഴിച്ചാൽ മതി, ഞാൻ വാരിത്തരില്ല. അവൾ ഒരു കണക്കിന് പരഞ്ഞൊപ്പിച്ചു. അതെന്താ നിനക്ക് വാരിത്തന്നാൽ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന്? അപ്പോഴേക്കും അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നു. വർണ്ണയ്ക്ക് പേടിയായി. പേടിക്കണ്ട, ഇവിടെ ഇരിക്ക്. അവൾ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ അരികിലായി കട്ടിലിൽ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. വർണ്ണ പേടിയോടെ അവിടേക്കിരുന്നു. ഇനി താ.
അവൻ അവൾക്ക് നേരെ വാ തുറന്നു. അവൻ്റെ ചെയ്തികൾ കണ്ടിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കാനും തോന്നിയില്ല. ചപ്പാത്തിയിൽ നിന്നും ഒരു പീസ് മുറിച്ചെടുത്ത് കറിയും എടുത്ത് അവൾ അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു. അവനത് കഴിക്കുന്നത് കണ്ടതും അവൾക്ക് തെല്ലൊരു സന്തോഷം തോന്നാതിരുന്നില്ല. അങ്ങനെ പാത്രത്തിലുണ്ടായിരുന്ന 2 ചപ്പാത്തിയും അവൾ കറി ചേർത്ത് അവന് വായിൽ വെച്ച് കൊടുത്തു. അവനത് മുഴുവനായിട്ടും കഴിക്കുകയും ചെയ്തു. യുവർ ഫുഡ് ഈസ് ഓൾവേസ് ടേസ്റ്റി. കഴിച്ചു കഴിഞ്ഞതും അവളുടെ നേരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. എപ്പോഴും താൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണാമെങ്കിലും ഇതുവരെ അതിനെക്കുറിച്ച് അവനിൽ നിന്നൊരു അഭിപ്രായവും അവൾ കേട്ടിട്ടില്ല. അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൻ മുഖം കഴുകാനായി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയം തന്നെ വർണ്ണയും പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ചു. അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ഉറങ്ങിക്കാണും എന്നാണ് വർണ്ണ കരുതിയത്. അപ്പോഴാണ് സോഫയിൽ അവളെയും കാത്തുന്ന പോലെ ശിവ ഇരിക്കുന്നത്. അവളെ കണ്ടതും അവൻ കൈ കാണിച്ച് അവളെ അടുത്തേക്ക് വിളിച്ചു. ശേഷം സോഫയിലേക്ക് ഇരിക്കാൻ കണ്ണു കാണിച്ചു. അവൻ ഇരിക്കുന്നതിൻ്റെ കുറച്ച് മാറിയായിട്ട് വന്നിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.